ജാസിയും ആശയം കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് പലരും വീഡിയോസും കമന്റുകളും ചെയ്തു. ആ തെറ്റിദ്ധാരണ മാറ്റി ക്ലാരിറ്റി വരുത്തലാണ് ഈ വീഡിയോ കൊണ്ടുള്ള എൻ്റെ ഉദ്ദേശം. അതിൽ വന്ന പ്രധാനപ്പെട്ട ഒരു കമന്റ് ഇങ്ങനെയാണ്: ഉസ്താദെ, നിങ്ങൾ ഇവരുടെ എല്ലാം വീഡിയോസ് കാണാറുണ്ടോ? പ്രിയമുള്ളവരെ, എൻ്റെ വീഡിയോ നിത്യമായി കാണുന്ന നിങ്ങൾ തന്നെയല്ലേ സംശയങ്ങൾ ചോദിച്ച് എനിക്കിതൊക്കെ അയച്ചിരുന്നത്? ഒന്നോ രണ്ടോ പേരാണ് അയക്കുന്നതെങ്കിൽ ഞാൻ അവർക്ക് മറുപടി പേഴ്സണലായി തന്നെ കൊടുക്കും. ധാരാളം പേർ ഒരേ വീഡിയോ തന്നെ ഇട്ട് സംശയം ചോദിക്കുമ്പോഴാണ് സമൂഹത്തിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചെന്ന് മനസ്സിലാക്കി നമ്മൾ ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. രണ്ടാമത് വന്നൊരു ചോദ്യം ഇങ്ങനെയാണ്: നോമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജാസിയും ആശയം വെച്ച് ഉസ്താദ് എന്തിനാ വീഡിയോ ചെയ്തത്? അവർ രണ്ടുപേരും പുരുഷന്മാരല്ലേ? ആണും പെണ്ണും തമ്മിൽ ബന്ധപ്പെടുമ്പോഴല്ലേ ഈ പ്രയാസമുള്ളൂ? ഇവരെ എന്തിനാ ഉസ്താദ് വെച്ചത്? പ്രിയപ്പെട്ടവരെ, റമദാൻ മാസം അവർ ചെയ്തൊരു വീഡിയോ ധാരാളം പേരിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ വെച്ചുള്ള സംശയങ്ങളും എന്നിലേക്ക് എത്തി. ആ സംശയത്തിലുള്ള മറുപടി മാത്രമാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഞാൻ ആ വീഡിയോയിൽ ആണും പെണ്ണും എന്നൊരു വാക്ക് പറഞ്ഞിട്ടേയില്ല, രണ്ട് വ്യക്തികൾ എന്നാണ് പറഞ്ഞത്. നമ്മുടെ തെറ്റിദ്ധാരണ നമ്മൾ മാറ്റണം. ആണും പെണ്ണും തമ്മിൽ ചേരുമ്പോൾ മാത്രമല്ല ഹറാമുള്ളത്. ആണും ആണുമാണെങ്കിലും പെണ്ണും പെണ്ണുമാണെങ്കിലും വൈകാരികമായ രൂപത്തിൽ പരിശുദ്ധമായ നോമ്പിനെ ബഹുമാനിക്കാത്ത കോലത്തിൽ റമളാന്റെ പകലിൽ ഈ രൂപത്തിൽ ചെയ്താൽ അത് ഹറാമ് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ബീജം പുറപ്പെടലുണ്ട്, നോമ്പ് മുറിയുക തന്നെ ചെയ്യും. അതിന് ആണും പെണ്ണും വേണമെന്നൊന്നുമില്ല. ആണും ആണായാലും പെണ്ണും പെണ്ണായാലും വിധി അങ്ങനെ തന്നെയാണ്. ഞാൻ ആ രൂപത്തിലാണ് അവിടെ സംസാരിച്ചത്. അടുത്ത കമന്റ് ഇങ്ങനെയാണ്: ഉസ്താദ് എന്തിനാണ് അവരുടെ എല്ലാ തെറ്റുകളും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അവരുടെ ഒരു തെറ്റും ശരിയാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അവരുടെ ധാരാളം തിന്മകൾക്കിടയിൽ ഒരു നന്മ കാണുമ്പോൾ ഉപദേശിക്കാനുള്ള എൻ്റെ പ്രചോദനം പരിശുദ്ധ ഖുർആനാണ്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയായ ഫിർഔൻ, അയാൾ നരകത്തിലാണെന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ പോലും വ്യക്തമാക്കിയതാ മൂസാ നബിയോട്. എന്നിട്ടും അല്ലാഹ് പറഞ്ഞു, മൂസ ഒന്ന് ഉപദേശിച്ചേക്കണേ. എന്താണ് ഇവിടെ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രതീക്ഷയിൽ നിന്ന് ആരെയും പിന്തിരിപ്പിക്കാൻ പാടില്ല. അവൻ ആരെയും നന്നാക്കാം. അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഇതല്ലേ പരിശുദ്ധ ഇസ്ലാമിന്റെ മാതൃക. ഞാനും അതുതന്നെയല്ലേ ചെയ്തത്. അടുത്ത വിമർശനം ഇങ്ങനെയാണ്: സാബിത്തെ പോലുള്ള ആൾക്കാരെ നിങ്ങൾ എന്തിനാണ് ഈ നന്മ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, അവിടെയും ആ ഉമ്മാടെ തെറ്റിനെ ഞാൻ ന്യായീകരിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ആ ഉമ്മ 1-2 ആഴ്ചക്കാലം മാറുന്നെങ്കിൽ നമുക്ക് ആഗ്രഹിച്ചൂടെ? അവിടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മുത്ത് റസൂലും നമ്മളെ അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? അള്ളാന്റെ ഹബീബിനോട് അനസ്തങ്ങൾ ചോദിക്കാം, മുത്ത് റസൂലെ, മഅ്ശറയിൽ തങ്ങൾ എവിടെയുണ്ടാകും? പ്രിയമുള്ള സ്വഹാബ, ഞാൻ മീസാൻ ത്രാസിന്റെ ചാരത്തുണ്ടാകും, അതല്ലെങ്കിലോ നബിയെ സിറാത്ത് പാലത്തിന്റെ ഓരത്തുണ്ടാകും. കാരണം എൻ്റെ ഉമ്മത്തിൽപ്പെട്ട പലരും തിന്മകൾ കാരണം നരകത്തിലേക്ക് വീഴുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കഴിയുന്ന പോലത്തിൽ ഞാൻ അവരെ പ്രൊട്ടക്ട് ചെയ്യും. നമ്മൾ അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ടവരല്ലേ? നമ്മുടെ പ്രിയമുള്ളവരെ തിന്മകൾ തിരുത്തി കൊടുത്ത് നന്മയിലേക്കൊന്ന് ക്ഷണിക്കുന്നത് തെറ്റായ കാര്യമാണോ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അവരുടെ പിന്നാലെ കൂടി അവിടെ തെറ്റുകൾ ഇങ്ങനെ വിമർശിച്ച് അവരെ അടിച്ചമർത്തി നാണം കെടുത്ത് കളിയാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആരെങ്കിലും ഒരാൾ ആ വിമർശനം കേട്ട് നന്നാകുമെന്നുള്ളത്? നമ്മൾ ഈ ആൾക്കാരെ കളിയാക്കി കോമാളിത്തരം കാണിച്ച് വീട് ചെയ്യുമ്പോൾ മനസ്സിലാക്കണ്ടേ, അവർക്കത് കൂടുതൽ തെറ്റിലേക്ക് പോകാൻ ആഗ്രഹം തോന്നത്തുള്ളൂ. എന്തായാലും നനഞ്ഞു, ഇനി ഒന്ന് കുളിച്ചു കയറാമെന്നുള്ള ചിന്തയിലുണ്ടാകും. ഈ വീഡിയോ കൊണ്ട് ആരാ നന്നാവുക? നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ ഒരു ഉപദേശം കൊണ്ട് ഒരാൾ നന്മയിലേക്ക് എത്തിയാൽ അൽഹംദുലില്ലാ എന്നല്ലേ. ഞാനും അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ വന്നൊരു കമന്റ് ഇങ്ങനെയാണ്: ഈ മുസ്ലിമാർക്കെല്ലാം ഖുർആൻ ഓതിരുന്നാ പോരേന്ന്. സഹോദര, വിമർശിക്കലാണ് നിങ്ങളുടെ ജോലിയെങ്കിൽ ഉപദേശിക്കലല്ലേ ഒരു മുത്തഅല്ലിമായ ഞാൻ ചെയ്യേണ്ട കർത്തവ്യം? അതല്ലേ ഖുർആനും തിരുസുന്നത്തും നമ്മളെ പഠിപ്പിച്ച മാതൃകയും?